മുടി നരയ്ക്കുന്നുണ്ടോ? വയസ്സായ മുടി നരയ്ക്കുന്നത് നമുക്കൊക്കെ അറിയാം. ഞാൻ അതിനെ പറ്റിയിട്ടല്ല ചോദിച്ചത്. നിങ്ങളുടെ വയസ്സ് 20ഉം 25ഉം അഥവാ 30ൻ്റെയൊക്കെ താഴെയാണ്. ഈവൻ കുട്ടികളിൽ വരെ 5ഉം 6ഉം 8ഉം 10ഉം വയസ്സായ കുട്ടികളിൽ വരെ ഇന്ന് മുടി നര കാണുന്നുണ്ട്, അകാല നര കാണുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ അകാല നര ഉണ്ടായാൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? തിരിച്ച് നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കൊക്കെ കറുത്ത മുടി വേണമെന്നുള്ളതാണ് ആഗ്രഹം, അല്ലേ? പെട്ടെന്ന് നരയ്ക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഈ അകാല നര, ഇവൻ കുട്ടികളിൽ വരെ കാണുന്ന അകാല നരയുടെ കാരണങ്ങൾ, ഇതിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അതിനെ തിരിച്ച് നമ്മുടെ മുടിയെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. കറുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ ബാക്കി കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണങ്ങളിലേക്കാണ്. നോക്കൂ, ഏറ്റവും കോമൺ ആയ കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്, പാരമ്പര്യം. ഇപ്പൊ നിങ്ങളുടെ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ വീട്ടിൽ ഏർലി 30-ൽ, ഇപ്പൊ നിങ്ങൾക്ക് 25 വയസ്സിൽ തന്നെ മുടി നരയ്ക്കാൻ തുടങ്ങിയെന്ന് വെക്കുക. ചിലപ്പോൾ നിങ്ങളൊന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 30കളെങ്കിലും മുടി നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സോ ജനറ്റിക്സ്, പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ്, സങ്കടകരമായിട്ടുള്ള വസ്തുത പറഞ്ഞാൽ, പാരമ്പര്യമായിട്ടാണ് നിങ്ങളുടെ ഏർലി ഗ്രേയിങ്ങിൻ്റെ റീസൺ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നിങ്ങളുടെ ജീനിലുള്ളതാണ് ഏർലി ഗ്രേയിങ്. സോ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റേ പറ്റൂ. അതായത് നമ്മൾ മുടി ഡൈ ചെയ്യുക, അങ്ങനത്തെ സംഗതികളെ, കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രതിവിധികളെ നമുക്ക് പറ്റൂ. എന്നാൽ പോസിറ്റീവ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന ചില കാരണങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്താണെന്നറിയോ? ലെസ് പ്രോട്ടീൻ ഇൻടേക്ക്. അതായത് നമുക്കറിയാം നമ്മുടെ മുടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രോട്ടീനാണ്. അപ്പം നല്ല പ്രോട്ടീൻ, നമ്മുടെ സ്കിന്നും ഹെയറും എല്ലാം പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്ക് ഹെയർ കറുത്ത് അതില്ലെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിലും നല്ല പ്രോട്ടീനുകൾ ആവശ്യമാണ്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ കഴിക്കാത്തൊരു വ്യക്തിയാണെങ്കിലും ഏർലി ഗ്രേയിങ് ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏർലി ഗ്രേയിങ് കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഗുഡ് പ്രോട്ടീൻ ഇൻടേക്ക്. ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, നല്ല പ്രോട്ടീൻ ഷേക്കൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ദിവസം നമ്മൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് 50 കിലോ ആണെങ്കിൽ 50 ഗ്രാം പ്രോട്ടീനെങ്കിലും മിനിമം 1 ഗ്രാം പെർ kg, നിങ്ങളുടെ ഓരോ കിലോഗ്രാം ബോഡി വെയിറ്റിനും 1 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിലെങ്കിലും മിനിമം നമ്മൾ എടുത്തിരിക്കണം. സോ അത്രയെങ്കിലും പ്രോട്ടീൻ കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, അടുത്തത് കുറേ ഡെഫിഷ്യൻസികളാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി, കോപ്പർ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി, ഫോളേറ്റ് ഡെഫിഷ്യൻസി. ഈ പറയുന്ന എല്ലാ ഡെഫിഷ്യൻസികളിലും നമുക്ക് ഏർലി ഗ്രേയിങ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല കാര്യം എന്താ? ഇതൊക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഏർലി ഗ്രേയിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നല്ല അയൺ, ഇരുമ്പ് സത്ത് നല്ലപോലെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. എന്തൊക്കെയാണത്? നോക്കൂ, നമുക്ക് നോൺ വെജ് ഭക്ഷണം, അത് മുട്ടയാവട്ടെ, ഇറച്ചിയാവട്ടെ, മീനാവട്ടെ, ഇതിലൊക്കെ നല്ല അയൺ കണ്ടന്റ് ഉണ്ട്. നന്നായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. സോ നന്നായിട്ട് നോൺ വെജ് ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ് ഒഴികെയുള്ള നോൺ വെജ് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിന് 2 കാര്യമുണ്ട്, അയണും കിട്ടും, പ്രോട്ടീനും കിട്ടും. പിന്നെ ഇലക്കറികൾ, ചീര, മുരിങ്ങ എന്ന ഇലക്കറികളിലൊക്കെ ധാരാളം അയൺ ഉണ്ട്, ഈന്തപ്പഴം. അപ്പോൾ അങ്ങനെ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഏർലി ഗ്രേയിങ്ങിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ, അറിയാലോ, ഹീമോഗ്ലോബിൻ നന്നായിട്ട് പുരോഗമിക്കുകയും ചെയ്യും. അതൊന്ന്. ഫോളേറ്റ് ഡെഫിഷ്യൻസി, അതും അങ്ങനെ തന്നെയാണ്. ഫോളേറ്റും നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ്. അപ്പോൾ ഫോളേറ്റ് ഉള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ ഏത് ഭക്ഷണങ്ങളിലാണ്? ഇപ്പോൾ ഞാനീ പറഞ്ഞ വൈറ്റമിൻ ഡി, കോപ്പർ, സിങ്ക്, ഇതൊക്കെ ഏതിലുള്ളത്? ധാരാളം. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയിലുണ്ട്, ചെറിയ മത്സ്യങ്ങളിലുണ്ട്, സൂര്യപ്രകാശം അത്യാവശ്യം കൊള്ളണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഇപ്പോൾ സിങ്കും കോപ്പറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സിലും സീഡ്സിലും, നമ്മുടെ നട്ട്സ് അറിയാലോ, നമ്മുടെ എന്താ പറയുക, നട്ടിന് അതായത് നമ്മുടെ കാഷ്യൂ നട്ട്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, ബദാമുകൾ, അങ്ങനത്തെ സംഗതികളൊക്കെ നന്നായി കഴിക്കുക. സീഡ്സ്, ഓരോന്നിൻ്റെ സീഡുകൾ, ഇപ്പം ഞാൻ ഇതിന് മുമ്പുള്ള പല ടോക്കുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്സ്, അങ്ങനെ ധാരാളം സീഡ്സ്, നട്ട്സ് ആൻഡ് സീഡ്സിലാണ് മെയിനായിട്ടുള്ള സെലീനിയം, കോപ്പർ, സിങ്ക് എന്നീ ധാതു ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. സോ നട്ട്സും സീഡ്സും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ആരോഗ്യത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഗുഡ് പ്രോട്ടീൻ ഇൻടേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ധാരാളം വെള്ളം കുടിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ധാരാളം വെള്ളം കുടിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത കാരണങ്ങളായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിത ശൈലികളാണ്. സ്ട്രെസ്സും ലാക്ക് ഓഫ് സ്ലീപ്പും. പ്രോപ്പറായിട്ട് ഉറക്കമില്ല, സ്ട്രെസ് വന്നാൽ തന്നെ ഉറക്കം കുറയും, അല്ലേ? അപ്പോൾ ധാരാളം അനാവശ്യമായിട്ടുള്ള ടെൻഷൻസും സ്ട്രെസ്സും ലാക്ക് ഓഫ് സ്ലീപ്പും നിങ്ങളുടെ മുടി കൊഴിയാനും അതുപോലെ തന്നെ ഏർലി ഗ്രേയിങ്ങിനും
കാരണമാക്കും. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ് കൺട്രോളിനും നല്ലപോലെ ഉറക്കം കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. തൈറോയിഡ് പ്രോബ്ലംസ്, നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഏർലി ഗ്രേയിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇപ്പോൾ SLE പോലെയുള്ള, അങ്ങനെ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട് ധാരാളം. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമറ്റോസിസ്, അങ്ങനെ ധാരാളം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഏർലി ഗ്രേയിങ് ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. സ്മോക്കിംഗ്, പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വളരെ മോശമാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ധാരാളം മാറ്റങ്ങൾ വരുത്തണം. നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് കുറയ്ക്കുക, സ്മോക്കിംഗ്, ആൽക്കഹോളിസം എന്നീ ദുശീലങ്ങൾ ഒഴിവാക്കുക, തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെന്താ ഞാൻ പറഞ്ഞത്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന്റെ സ്ക്രീനിങ്, അതൊക്കെ ഡോക്ടർമാർ ചെയ്തോളൂ കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഡോക്ടർമാർ ചെയ്തോളൂ. പിന്നെ ഇനി അവസാനം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഇന്നിപ്പോൾ എല്ലാവരും മുടി അയൺ ചെയ്യുന്നു, കളർ ചെയ്യുന്നു. ഇപ്പോൾ ഞാനും കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ, വളരെ ഹാർഷായിട്ടുള്ള മോശം ക്വാളിറ്റിയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ കളർ ചെയ്യേണ്ട, നിങ്ങൾ മുടിയിലൊന്നും ചെയ്യേണ്ട, ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ല. എല്ലാവർക്കും വളരെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കണം. പക്ഷേ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ നിന്ന് ചെയ്യാൻ നോക്കുക. നമ്മൾ പൈസ കുറഞ്ഞ് ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അവർ വളരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. സോ ഓവറായിട്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് നിങ്ങളെ ഏർലി ഗ്രേയിങ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതും ഏർലി ഗ്രേയിങ്ങിന് കാരണമാകും. സോ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നോൺ വെജ്, എഗ്ഗ്, ഫിഷ്, അതുപോലെ തന്നെ ഇറച്ചി, ഇതെല്ലാം നന്നായിട്ട് ഉൾപ്പെടുത്തണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം. നട്ട്സ് ആൻഡ് സീഡ്സ് ഉൾപ്പെടുത്തണം. ഫ്രൂട്ട്സും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നിങ്ങളുടെ ഹീമോഗ്ലോബിൻ നോക്കണം, നിങ്ങളുടെ ഫോളേറ്റ് ലെവൽ നോക്കണം, നിങ്ങളുടെ വൈറ്റമിൻ B12, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏർലി ഗ്രേയിങ്. വൈറ്റമിൻ B12ൻ്റെ ലെവൽ നോക്കണം, വൈറ്റമിൻ D ലെവൽ നോക്കണം, കാൽഷ്യം ലെവൽ നോക്കണം, തൈറോയിഡ് നോക്കണം. പിന്നെന്താണ്, ഇത്രയുമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ രക്തത്തിൽ നോക്കേണ്ട കാര്യങ്ങൾ. അത് ആക്ച്വലി ഒരു ഡോക്ടർ, നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെയർ ലോസ് അല്ലെങ്കിൽ ഹെയർ ഏർലി ഗ്രേയിങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ തന്നെ അത് ചെയ്യും കേട്ടോ. അപ്പോൾ എന്നാലും നിങ്ങളുടെ ഒരു അറിവിലേക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ എനിക്കറിയാം തലമുടി നരയ്ക്കൽ ഇന്ന് ആബാലവൃദ്ധം ജനങ്ങളുടെയും ഒരു പ്രശ്നമാണ്. കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് ഇന്ന് എത്രയോ കുട്ടികൾ ഇന്ന് ഓരോ ദിവസവും, എനിക്ക് തോന്നുന്നു OP-യിൽ ഒരു കുട്ടിയെങ്കിലും എപ്പോഴും വരാറുണ്ട് തലമുടി നരയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ കുട്ടികൾക്ക് ഉണ്ടോ, ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്നൊക്കെ ഒരു ഡോക്ടറെ കൊണ്ടുപോയിട്ട് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതെല്ലാം നോക്കി എല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ പ്രോബബ്ലി അത് ജനറ്റിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിവിധികൾ തേടാവുന്നതാണ്. സോ അടുത്ത ടോക്കുമായിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.